Hey, salam to all. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. വെറും ക്ലീനിങ് അല്ല, ഡീപ്പ് ക്ലീനിങ്. അതിൽ തന്നെ വീക്ക്ലി ക്ലീനിങ്ങും മന്ത്ലി ക്ലീനിങ്ങും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്ത വീഡിയോയിലായിട്ട് ലിവിംഗ് റൂം ക്ലീൻ ചെയ്യുന്നതും കിച്ചൺ ക്ലീൻ ചെയ്യുന്നതും അതായത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നവരോട് പറയുകയാണ്, നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ക്ലീനിങ് റിലേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഡെയിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട 10 ക്ലീനിങ് ഹാബിറ്റ്സ്, ബേസിക് ആയിട്ടുള്ള ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. രണ്ടാമത്തത് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട ചില ഹാബിറ്റ്സ്, ശീലങ്ങൾ. അതുപോലെ നമ്മുടെ വീട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്നാലാണ് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുള്ളൂ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 20 മേലെ ക്ലീനിങ് ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ ക്ലീനിങ് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടു ഡു ലിസ്റ്റ് ഒരു വ്യത്യസ്തമായ രീതിയിൽ ബുള്ളറ്റ് ജേർണൽ പോലുള്ള പ്ലാനറുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലീനിങ് ഷെഡ്യൂൾ എങ്ങനെ തയ്യാറാക്കുമെന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവർ കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം. കാഴ്ചയിലധികം ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. സംഭവം മിനിമൽ ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റൂമാണിത്. ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുന്ന റൂമാണ്. ഫാനിലൊക്കെ എല്ലാ ആഴ്ച ക്ലീൻ ചെയ്താലും നല്ല കട്ടിക്ക് പൊടി ഉണ്ടാവും. വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ റോഡാണ്. ആ റോഡിൽ എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. എറണാകുളത്താണ് വീട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് വീടിൻ്റെ. ഇടയ്ക്ക് ജനൽ തുറക്കുള്ളൂ, എന്നാലും നല്ല പൊടിയുള്ളൊരു റൂമാണിത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അലമാരിയുടെ മേലെയാണ് ടോയ്സ്, അതുപോലെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഫാൻസി കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നത് ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ ഇതുമൊക്കെ ഈ ഒരാഴ്ച ആകുമ്പോഴേക്കും ചെറിയതായിട്ട് പൊടി ഉണ്ടാവും. പിള്ളേരൊക്കെ എടുത്ത് കളിക്കുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വൈപ്പ് ചെയ്ത് വെക്കും. ടോയ്സൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ റൂമിൽ നിന്ന് മാറ്റിയിട്ട് എൻ്റെ അലമാരിയിൽ എല്ലാ മോഡലിലാണ് ഇരിക്കുന്നതെന്ന് നോക്കും. ഞാൻ ബാസ്ക്കറ്റും അതുപോലെ തന്നെ ബാഗിൻ്റെ അകത്തൊക്കെയാണ് ഡ്രസ്സ് വെക്കുന്നത്. പിന്നെ നടുക്കത്തെ ഷെൽഫിൽ എൻ്റെ ബുള്ളറ്റ് ജേർണലിന് വേണ്ടിയിട്ട് വരക്കുന്നത് പെന്ന്, അതുപോലെ തന്നെ ടേപ്പുകൾ, സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് പ്ലേസിലാണ് ഇരിക്കുന്നതെന്ന് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ആക്കും. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും നമ്മുടെ തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റുകൾ വാഷ് ചെയ്യും. ബെഡ്ഷീറ്റ് ഞാൻ ഒന്നരാടം ക്ലീൻ ചെയ്യും, ഈ ഒരു ബെഡ്റൂമിൽ മാത്രം. ബാക്കി 2 ബെഡ്റൂമുകൾ കൂടി ഉണ്ട്. അതിനകത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആഴ്ചയിൽ മാത്രമേ മാറ്റാറുള്ളൂ ഒരു റൂമിലത്തത്. വേറൊരു റൂമിലത്തത് മാസത്തിലേ മാറ്റാറുള്ളൂ. പിന്നെ എനിക്കൊരു ബെഡ് കവർ ഉണ്ട്. ബെഡ് കവർ ഞാൻ മന്ത്ലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്താറ്. പിന്നെ ബെഡ് മൊത്തത്തിൽ മാറ്റിയിട്ട് ഞാൻ 2-3 മാസം ഇടവിട്ട് ബെഡൊന്ന് വെയിലത്തിടും. അതുപോലെ തന്നെ നമ്മുടെ തലേണയൊക്കെ ഒന്ന് വെയിലത്തിടാറുണ്ട്. പിന്നെ മെയിൻ ക്ലീനിങ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാറാല തൂക്കുക, ഡസ്റ്റ് ചെയ്യുക, എക്സോസ്റ്റ്, AC, അതുപോലെ തന്നെ സ്പീക്കർ ഉണ്ട് ചെറിയ, അത് കർട്ടൻ സ്റ്റാൻഡ്, വിൻഡോ, ഇതൊക്കെ നമ്മൾ ഡസ്റ്റ് ചെയ്ത് ഇടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡസ്റ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കയ്യോറ് പോലത്തെ ഉണ്ട്. ഇങ്ങനെ ഒരു മുള്ളു പോലെ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാനും സുഖമാണ്, ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അലമാരയുടെ മേലെയും ഈ സ്പീക്കറും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. മേലെ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജനാലയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ചെയ്ത് പൊടി കളയുന്നത്. ജനലുടെ പുറം ഭാഗമൊന്നും ഞാൻ ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറില്ല. 2-3 മാസം ഇടവിട്ട് ചിലപ്പോൾ സീസണൽ ക്ലീനിങ്ങിനൊക്കെയാണ് ഞാൻ ജനലുടെ പുറം ക്ലീൻ ചെയ്യാറുള്ളൂ. എല്ലാ ആഴ്ചയും ഡസ്റ്റ് കളഞ്ഞിടും, പൊടിയൊക്കെ ഒന്ന് തട്ടി ഇടും. അതുപോലെ തന്നെ അലമാരി അങ്ങനെ തന്നെയാണ്, എല്ലാ ആഴ്ചയും ചെയ്യും. ശരിക്കും അലമാരി ഒരു 2 ദിവസം ഇടവിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് മടിയാവുന്നതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ മാത്രമേ ഡസ്റ്റ് ചെയ്യാറുള്ളൂ. കണ്ണാടി അതുപോലെ എൻ്റെ പ്ലാനിങ്ങിൽ ഞാൻ ഒന്നരാടം വെച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം എപ്പോഴും അതുമ്പോൾ കൈയുടെ പാട് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ആഴ്ചയിൽ ചെയ്താണ് നടക്കാറുള്ളൂ. മിറർ ഞാൻ വൈപ്പ് ചെയ്ത് ഇടും. പിന്നെ ഈ റൂമിലുള്ളത് ഒരു സൈഡ് ടേബിളാണ്. ഇതിൻ്റെ അകത്താണ് എൻ്റെ ബുള്ളറ്റ് ജേർണൽ, കണ്ണട, പേന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഡസ്റ്റ് ചെയ്തിടും. വൈപ്പ് ചെയ്യുന്നത് മന്ത്ലി ക്ലീനിങ്ങിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മുടെ ഡസ്റ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പൊടിയൊക്കെ എല്ലാത്തിൻ്റെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമതായിട്ട് അത് മുഴുവൻ തൂത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു റൂം എല്ലാ കോർണറും ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പ് ചെയ്യും, തുടച്ചെടുക്കും. തിങ്കളാഴ്ച മാസ്റ്റർ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ഒരു ക്ലീനിങ് ആണ് മാസ്റ്റർ ബാത്റൂം എന്നുള്ളത്. അതായത് വീക്ക്ലി ക്ലീനിങ്. ഡെയിലി ക്ലീൻ ചെയ്യുന്നതിന് പുറമെ ആഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു ഷെഡ്യൂൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ മന്ത്ലി ക്ലീനിങ് ആണ്. നമുക്ക് ആഴ്ചയിൽ എല്ലാ കാര്യവും കൂടി ചെയ്യാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അലമാരയുടെ അടി ക്ലീൻ ചെയ്യുക, ഫർണിച്ചർ ക്ലീൻ ചെയ്യുക, അതായത് കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ മാറാലുണ്ടെങ്കിൽ അത് തൂക്കുക, ഇതൊക്കെ എല്ലാ ആഴ്ചയും ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അലമാരി നീക്കാനായിട്ട് നല്ല കട്ടിയാണ്. അപ്പോൾ അത് നീക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ഇതെൻ്റെ മന്ത്ലി ടാസ്കിലേക്കാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫാൻ നന്നായിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായി തൂത്തെടുക്കും മാസ്റ്റർ ബെഡ്റൂമിൽ. കാരണം അതിൽ നല്ല പൊടി കളക്ട് ചെയ്യുന്ന ഒരു
റൂമാണ്, അതുകൊണ്ട്. പിന്നെ AC ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ചെറുതായി നനഞ്ഞ തുണി വെച്ചിട്ട് തൂത്തെടുക്കും, എക്സോസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഇതൊക്കെ ഞാൻ മന്ത്ലി ബേസിസിലാണ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു 2 മാസം കൂടുമ്പോഴാണ് സ്വിച്ചുകൾ, ലൈറ്റുകൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടാവാറുള്ളൂ. ഡസ്റ്റ് ചെയ്ത് കളയുന്ന കാരണം പിന്നെ വൈപ്പ് ചെയ്തെടുക്കേണ്ടത് ആകെ 2 മാസം ഇടവിട്ടിട്ട് ചെയ്താൽ മതി. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, അലമാരുടെ മേലെ വെക്കുന്ന ടോയ്സ്, അത് കുട്ടികളുടെ ഹെൽപ്പോട് കൂടി തന്നെ കുഞ്ഞു ടോയ്സൊക്കെ ഞാൻ അവരെ കൊണ്ട് തന്നെ കഴിയിക്കും. അല്ലാത്തതൊക്കെ ജസ്റ്റ് വൈപ്പ് ചെയ്തിടും. പിന്നെ ഈ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫാൻസി കവറുകളൊക്കെ എടുത്ത് വെക്കുന്ന അവിടെയാണ്. അപ്പോൾ അതിൽ നല്ല കവറുകളും ചീത്ത കവറുകളൊക്കെ മാറ്റി അപ്പർ ഷെൽഫിലേക്ക് വെക്കും. എപ്പോഴും യൂസ് ചെയ്യാത്ത കവറുകളൊക്കെ എടുത്ത് മാറ്റി വെക്കും. പിന്നെ ചവിട്ടിയാണ്, സിറ്റ് ഔട്ടിലുള്ള ചവിട്ടി ഞാൻ എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യും. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലുള്ളതും ടോയ്ലറ്റിൻ്റെ അടുത്ത് കിടക്കുന്നതായിട്ടുള്ള ചവിട്ടികളൊക്കെ മാസത്തിലാണ് ക്ലീൻ ചെയ്യുന്നത്. കർട്ടൻ ആണെങ്കിലും മുൻവശത്ത് നല്ല പൊടിയുള്ള ഒരു ഏരിയ ഉണ്ട്, ആ കർട്ടനും പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലെ കർട്ടനും ഞാൻ ഒരു 2 മാസം ഇടവിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ഡീക്ലട്ടർ ആണ്. അലമാരിയിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രം വെച്ച് ഇതാക്കും. പ്രത്യേകിച്ച് പേപ്പർ സാധനങ്ങൾ കുറേ ഉണ്ടാവും, ബില്ല് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുന്നതും ഇതുപോലെ 2 മാസം ഇടവിട്ടാണ്. എന്നിട്ട് അലമാരി നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷമാണ് സാധനങ്ങൾ ഞാൻ തിരിച്ച് വെക്കും. പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന റൂം ആയതുകൊണ്ട് തന്നെ ബെഡും തലേണയൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്തൊന്ന് വെയിൽ കൊള്ളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഏരിയ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ചില ഏരിയ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ഡസ്റ്റൊക്കെ കൂടി പൊടിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് മടിയാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഏതാണോ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടത് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. അല്ലാത്തതിന് നമുക്ക് ടൈം ഗ്യാപ്പ് വെക്കാം. അത് ഓരോ റൂമും വ്യത്യാസമായിരിക്കും, ഓരോ വീടും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്ലീനിങ് ഷെഡ്യൂളാണ്. ഇപ്പോൾ ഹോം മേക്കേഴ്സ് ജേർണലിൻ്റെ അകത്ത് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ക്ലീനിങ് ഷെഡ്യൂൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.